500ഓളം പുതിയ വിമാനങ്ങൾക്ക് ഓർഡർ നൽകി സൗദിയിലെ വിമാന കമ്പനികൾ. ഇന്ത്യയിലേക്കുൾപ്പെടെ വിവിധ സർവീസുകൾ വർദ്ധിക്കാനും തൊഴിലവസരങ്ങൾക്കും ഇത് ഗുണം ചെയ്യും. സൗദി എയർലൈൻസ്, റിയാദ് എയർ, ഫ്ലൈനാസ്, ഫ്ലൈ അദീൽ എന്നീ കമ്പനികളാണ് ഈ വർഷം പുതിയ കരാറുകളിൽ എത്തിയത്. വിവിധ വിമാനത്താവളങ്ങളിലൂടെ കഴിഞ്ഞ വർഷം 11.2 കോടി യാത്രക്കാരാണ് സൗദിയിൽ യാത്ര ചെയ്തത്. സൗദി അറേബ്യയിലെ വിമാന ഗതാഗതത്തിൽ 26% വർധനവും രേഖപ്പെടുത്തി. ഇതെല്ലാം കണക്കുകൂട്ടിയാണ് 500ഓളം വിമാനങ്ങളാണ് പുതിയതായി സൗദി അറേബ്യ വാങ്ങാൻ പോകുന്നത്. 160 എയർബസ് വിമാനങ്ങൾ കൂടിയാണ് ഫ്ലൈനാസ് ഈ ആഴ്ച ഓർഡർ നൽകിയത്. ഇതോടെ ആകെ ഓർഡർ ചെയ്ത വിമാനങ്ങൾ 280 ഉയർന്നു. 2007 തുടങ്ങിയ ഫ്ലൈനാസിന് കഴിഞ്ഞ വർഷം വരെ വെറും 41 വിമാനങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സൗദിയിലെ ശതകോടീശ്വരനായ വലീദ് ഇബ്നു തലാലിന്റെ കിങ്ഡം ഹോൾഡിംഗ് കമ്പനിയുടേതാണ് ഫ്ലൈനാസ്. അന്ന് അതിന്റെ 17% ഓഹരി സൗദി ഭരണകൂടത്തിന്റെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിനാണ്. ദേശീയ വിമാന കമ്പനിയായ സൗദി എയർലൈൻസിനും 105 പുതിയ വിമാനങ്ങൾക്കുള്ള പുത്തൻ ഓർഡറുകളിലൂടെ വ്യോമയാന രംഗത്തെ ഞെട്ടിച്ചിരുന്നു. നിലവിൽ സൗദി എയർലൈൻസിനുള്ളത് 143 വിമാനങ്ങളാണ്. സൗദിയുടെ വ്യോമയാന രംഗത്തെ 80 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ഇടപാടാണിത്. സൗദി എയർലൈൻസിന് നിലവിൽ കൊച്ചിയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. അത് കരിപ്പൂരിലേക്കും ഈ വർഷം എത്തുമെന്നാണ് പ്രതീക്ഷ. സൗദി എയർലൈൻസ് ഓർഡർ നൽകിയ 105 പുതിയ വിമാനങ്ങളിൽ പകുതിയോളം ബജറ്റ് സർവീസ് നടത്തുന്ന ഫ്ലൈ അദീലിന് ഉപയോഗിക്കും. സൗദി എയർലൈൻസിന്റെ ബജറ്റ് എയർലൈനാണ് ഫ്ലൈനാസ്. സൗദി അറേബ്യയിലെ പുതിയതായി പ്രഖ്യാപിച്ച റിയാദ് എയറിന്റെ സർവീസും അടുത്ത വർഷം ആരംഭിക്കും. ഇതിനായി 100ലേറെ വിമാനങ്ങളുടെ ഓർഡറിൽ 39 വിമാനങ്ങളാണ് അടുത്ത വർഷം ലഭിക്കുക. പ്രവാസികൾക്കും ഇതിലൂടെ തൊഴിലവസരങ്ങൾക്ക് ഒരുങ്ങിയിരിക്കാം. മീഡിയ 1 റിയാദ്.